ആദ്യം തന്നെ എല്ലാവർക്കും പെസഹ ആശംസ. യഹൂദന്മാരുടെ ഒരു പ്രധാന പെരുന്നാളാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് കൂടി പെസഹ ദിനത്തിൽ സെഹ്യോൻ മാളികയിൽ വെച്ച് അവസാന അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് നാം ഏവരും പെസഹ ആചരിക്കുന്നത്. ഓരോ നാടുകളിലും അല്ലെങ്കിൽ ഓരോ സഭകളിലും പെസഹ അപ്പം ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ കോതമംഗലം സൈഡിലേക്ക് യാക്കോബായ്ക്കാരായ എല്ലാവരും ഈ രീതിയിലാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. അല്ലാത്തവർ കുറച്ചുപേർ പുഴുങ്ങിയെടുക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ മിക്ക വീടുകളിലും അടുപ്പില്ലാത്തതുകൊണ്ട് അധികം ആളുകളും ദോശക്കല്ലിൽ വെച്ചിട്ട് തന്നെയാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി നന്നായി വെള്ളത്തിലിട്ട് കഴുകി വാരി എടുക്കുക. ഉഴുന്ന് വറുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി എടുക്കുക, അല്ലെങ്കിൽ അത് വറക്കാൻ ബുദ്ധിമുട്ടാവും നനഞ്ഞു കഴിഞ്ഞാൽ. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ നിറയെ വേണം കേട്ടോ. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചെറുതായിട്ട് ഒരുപാട് അങ്ങ് മുറുക്ക വറക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കുക. നിറയെ തേങ്ങയും വേണം. അതുപോലെ തേങ്ങ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വറുത്തിടുവാണെങ്കിൽ അതും ടേസ്റ്റ് ആണ്. പച്ചരി ഉഴുന്നും ഒരുപാട് അങ്ങ് നൈസ് ആവാതെ അരച്ചെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഉള്ളിയുടെ മിക്സ്, ഇഞ്ചിയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഇളക്കി എടുക്കണം. തേങ്ങ ചെറുതായിട്ട് വറുത്ത് നുറുക്കിയിടുന്നത് കൂടാതെ നിറയെ പച്ച തേങ്ങ ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മുകളിൽ താഴെയിൽ നിന്നും നല്ല രീതിക്ക് ചൂട് കൊടുത്ത് മറിച്ചിടാതെ നമ്മൾ രണ്ട് സൈഡും വേവിക്കുകയാണ് ചെയ്യാറ്. സഹായിക്ക് മാത്രം പുറലോകം കാണുന്ന ഒരു പാത്രം ആട്ടോ ഈ വറകലം. ആ ഒരു സമയത്ത് മാത്രമാണ് അത് എടുക്കുക. തേങ്ങയും കറിവേപ്പിലയും എത്ര ചേർത്താലും നല്ല രുചി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി വെച്ച് അതിനകത്തേക്ക് ഇത് കോരി ഒഴിക്കണം. അപ്പൊ നമ്മൾ താഴെ നിന്നും തീ കൊടുക്കണം. മേളിൽ നമ്മൾ വറകലം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിറയെ കനലിട്ടിട്ടാണ് അതിന്റെ മേളിൽ നിന്നും ചൂട് കൊടുക്കുന്നത്. നൈസായിട്ട് ഒഴിക്കും തോറും അത്രയും പെട്ടെന്ന് വെന്തെടുക്കും. കട്ടിയായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വേവാനൊക്കെ താമസം വരും കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് മൊരിയിച്ചെടുക്കുന്നത്. ചിലർക്ക് നന്നായിട്ട് മൊരിഞ്ഞു തന്നെയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരുപാട് മൊരിയാത്തിയായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോ രീതിക്കും അവരോരോ ഇഷ്ടത്തിനാണ് മൊരിയിച്ചെടുക്കുക. ഇപ്പം നമ്മൾ കുരിച്ചിട്ടുണ്ടാക്കും, അത് നമ്മൾ കുരുത്തോലയോ വാഴയിലോ എന്തെങ്കിലും കുരിശിന്റെ ഷേപ്പിൽ വെച്ചിട്ട് ആ രീതിയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഇന്നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അത്താഴത്തിന് ശേഷം വീട്ടിലെ മുതിർന്ന ആള് അപ്പം മുറിച്ച് പാലിൽ മുക്കി എല്ലാവർക്കും കൊടുക്കും. കൂടെ ബ്രെഡും ഉണ്ടാവും കേട്ടോ. പാല് തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. നിങ്ങളുടെ നാട്ടിലേക്ക് അപ്പം ഉണ്ടാക്കുന്ന ഈ രീതിക്കാണ്.